പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയം വചനപ്രകാരമല്ലാത്ത ഒരു പാട്ടിനെക്കുറിച്ചുള്ള പഠനമാണ്. വചനപ്രകാരമല്ലാത്ത അനവധി പാട്ടുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത്. അതിൻ്റെ പല്ലവി പാടാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. ഇതാണ് പല്ലവി. ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ താഴ്ത്തി എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. യേശു മഹോന്നതനെ വേഗം കാണാം എന്ന പാട്ടിൻ്റെ തുടക്കം തന്നെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ പെട്ടെന്ന് തന്നെ യേശുവിനെ കാണാമെന്ന പ്രതീക്ഷയോടെ പാടുന്ന പാട്ടാണിത് എന്ന് മനസ്സിലാക്കാം. ഈ പാട്ടിൻ്റെ ചരണത്തിൽ ഈ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കഷ്ടത സഹിച്ചവർ മിശിഹായുടെ കൂടെ വാഴുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് പാടാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാമൽ, പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി ഇടികൊണ്ട് മരിച്ചവരെന്ന് മിശിഹായോട് വാഴുമ നാട്ടിൽ. അടുത്ത ചരണത്തിൽ പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. ഇതാണ് രണ്ടാമത്തെ ചരണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കാം. ഈ ചരണത്തിൽ പൊന്മണിമാലയവൻ എനിക്ക് തരും എന്നുള്ളത് വചനത്തിൽ ഒരു സ്ഥലത്തും പറയാത്ത കാര്യമാണ്. പിന്നെ 1000 ആണ്ട് വസിക്കുന്ന സ്ഥലത്ത് എനിക്കായി ഒരുക്കിയ വീട്ടിൽ വസിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അന്ത്യവിധിയും കഴിഞ്ഞാണ്. ഇത് പുതിയ യെരൂശലേമിലെ അവസ്ഥയാണ്. അവിടെയാണ് ദൈവമക്കൾക്ക് കൈപ്പണിയല്ലാത്ത ഭവനം കർത്താവ് കൊടുക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. യേശുക്രിസ്തുവാണ് ഈ ഭവനം ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഭവനം ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞാൻ ഭവനം ഒരുക്കാൻ പോകുന്നു എന്നാണ് യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭവനം ഓൾറെഡി ഉണ്ട്. ആ ഭവനം ആണ് അന്ത്യവിധി കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ദൈവം ഉണ്ടാക്കിയ പുതിയ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭവനം എന്ന് പറയുന്നത് അതാണ്. അടുത്ത ചരണത്തിൽ അത് ഒന്ന് പാടാം. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമവിടെ, ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ഇതാണ് മൂന്നാമത്തെ ചരണം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കാം. ഈ ചരണത്തിൽ രാപ്പകൽ ഇല്ല ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയല്ല. രാവും പകലും ഇല്ല എന്നാണ് രാപ്പകൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വെളിപ്പാട് 21-25 രാത്രി ഇവിടെ ഇല്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നോക്കാം. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി എവിടെ ഇല്ലല്ലോ. ഇതാണ് ആ വചനം. പിന്നെ അടുത്ത വായിക്കാം. പുതിയ യെരൂശലേമിലെ കാര്യമാണിത്. കൂടാതെ പുതിയ യെരൂശലേമിൽ 4 ജീവികൾ പാടുന്നതായി ബൈബിളിൽ എഴുതിയിട്ടില്ല. 4 ജീവികളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും അവസാനമായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിലുമാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് 19:11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ വരവും അന്ത്യക്രിസ്തുവിൻ്റെ നാശവും സംഭവിക്കുന്നതായി എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം വരുന്ന 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ 4 ജീവികളെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഈ 4 ജീവികൾ ഭൂമിയിലെ 4 വിഭാഗം ജനങ്ങളുടെ പ്രതീകങ്ങൾ മാത്രമാണ് എന്ന് മുൻപുള്ള വീഡിയോകളിലും വെളിപ്പാട് പുസ്തക വിശദീകരണത്തിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പുതിയ യെരൂശലേമിൽ ബൈബിളിൽ പറയുന്ന ലോകത്തിലെ 4 വിഭാഗം ജനങ്ങളും യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫയലുകളുണ്ട്. അത് വേണ്ടവർക്കത് വായിച്ച് അല്ലെങ്കിൽ കേട്ട് നോക്കാവുന്നതുള്ളൂ. 3-ാം ചരണത്തിൽ ജീവജല നദി ഉണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം എന്നുള്ളത് പുതിയ യെരൂശലേമിലല്ല, 1000 ആണ്ട് വാഴ്ച കാലത്തെ ഭൂമിയിലാണ്. അത് നമുക്ക് നോക്കാം. ഇതാണ് 1000 ആണ്ട് വാഴ്ച കാലത്തെ കാര്യം. യേശുക്രിസ്തു അവിടെ
സിയോൻ മലയിലിരുന്ന് ഭരിക്കുമെന്ന് പറയുന്നുണ്ട് 1000 ആണ്ട് വാഴ്ചക്കാലത്ത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു നദി എരുശലേമിൽ നിന്നും അറബിക്കടലിലേക്ക് ഒഴുകുന്നുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ നദിയിൽ മത്സ്യങ്ങൾ അനവധി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. എസെക്കിയേൽ 47 അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ നദിയുടെ അപ്പുറം ഇപ്പുറം അനവധി വൃക്ഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ 2 സൈഡിലും കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് വായിക്കാം. എസെക്കിയേൽ 47:7 എഴുതിയിരിക്കുന്നത് പോലെ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ നദിയുടെ ഇരുകരയിലും അനവധി വൃക്ഷങ്ങളാണുള്ളത്. ഇപ്പം ഞാൻ കാണിച്ച പോലെ. എന്നാൽ പുതിയ യെരുശലേമിൽ നദിയുടെ അക്കരയും ഇക്കരയുമായി ഒരു വൃക്ഷം മാത്രമേ ഉള്ളൂ. വെളിപ്പാട് 22:2 പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാണിച്ചിട്ട് നമുക്ക് വചനം വായിക്കാം. നദിയുടെ അക്കരെ ഇക്കരയും നിൽക്കുന്നതായ ഒറ്റ വൃക്ഷത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് ഇതാണ് ഈ കാണുന്നത്. ഇതാണ് ഈ നദി. ഇത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇത് സൈഡ് വ്യൂ ആണ്. ഈ നദിയുടെ അപ്പുറപ്പുറമായിട്ട് ഒരെണ്ണമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നദിയൊക്കെ ഇവിടെയുണ്ട്. യേശുക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് പുതിയ യെരുശലേമിലേക്ക് ഒഴുകുന്നു എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം 22 അധ്യായം വായിച്ചു നോക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. അത് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് എടുക്കാം. എസെക്കിയേലിൽ പറയുന്നതും വെളിപ്പാടിൽ പറയുന്നതും നമുക്കൊന്ന് വായിക്കാം. എസെക്കിയേൽ 47:7 ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ പോലെ അനവധി വൃക്ഷങ്ങൾ. വെളിപ്പാട് 22:2 നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇത് തന്നെ ഒറ്റ വൃക്ഷമായിട്ടുള്ളത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അടുത്ത എന്താണെന്ന് വായിക്കാം. ഈ പാട്ടിൻ്റെ വരികൾ പഠിക്കുമ്പോൾ ഇവ ഒരു തരത്തിലും ബൈബിൾ വചനങ്ങളുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് കാണാം. 1000 ആണ്ട് വാഴ്ചക്കാലത്ത് എന്താ സംഭവിക്കുന്നത്, പുതിയ യെരുശലേമിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും ശരിക്കും വായിച്ച് പഠിക്കാതെ ഉണ്ടാക്കിയ പാട്ടാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ ഇതിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ പാട്ട് ഭയങ്കര ശക്തിയിൽ നല്ല താളവും രാഗവുമായിട്ട് ആൾക്കാർ പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ആത്മാവും വരില്ല. കാരണം വചനം കൃത്യമായിട്ട് അതവിടെ പറഞ്ഞാൽ മാത്രമേ ആത്മാശക്തി അവിടെ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാതെ ഇവർ ആത്മാവിലെ ഒരു ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള നുണപ്പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നുണപ്പാട്ടുകൾക്ക് എന്തുകൊണ്ടെങ്ങനെ രാഗം ഉണ്ടാകുന്നതെന്നുള്ളതൊക്കെ മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. സാത്താൻ ഇഷ്ടമുള്ള കാര്യമാണ് ഈ നുണ പറയുക എന്നുള്ളത്. സാത്താനെപ്പറ്റി യേശുക്രിസ്തു പറഞ്ഞ നുണയനും നുണയുടെ അപ്പനുമാണെന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ദൈവമക്കൾ നുണ പറഞ്ഞാൽ അവന് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ മാതിരിയുള്ള പാട്ടുകൾക്ക് ഇത്ര വലിയ ട്യൂണും താളമൊക്കെ കിട്ടുന്നത്. സാത്താൻ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ഏഞ്ചലായിരുന്നു. സംഗീതത്തിനുള്ള അതിൻ്റെ കഴിവുകളൊന്നും ഇപ്പോഴും ദൈവം എടുത്തു മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സപ്ത രാഗങ്ങളും സപ്തവർണ്ണങ്ങളും ഒക്കെ ആയിട്ട് പിശാചിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത്. പിന്നെ നല്ല രാഗവും താളവുമുള്ള ഈ പാട്ടുപാടി ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ ഇക്കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.